കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നതിൽ AICC തീരുമാനം വൈകിട്ടോടെയുണ്ടാകും. കേരളത്തിലെ സ്ഥിതിഗതികൾ രൂക്ഷമെന്ന് നിരീക്ഷകർ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഖാർഗെയുടെ വസതിയിൽ നടക്കുന്ന ചർച്ചയിൽ കേരളത്തിലെ നേതാക്കളെ വിളിച്ചു വരുത്തും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ്, തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് എന്നിവർ ചേരുകയാണ്. ഡി ധനസുമോദിലേക്ക്. ധനസുമോദ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നിർണായക കൂടിക്കാഴ്ചകൾ നടത്തി വൈകിട്ടോടുകൂടി തീരുമാനം പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഇപ്പോൾ ചെന്നിത്തല, സതീശൻ, സണ്ണി ജോസഫ് ഇവരൊക്കെ ഡൽഹിയിലാണുള്ളത്. ഇവരുമായുള്ള ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച എപ്പോഴാണ്? ഇപ്പോൾ VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവർ ഇപ്പോൾ തങ്ങുന്നത് കേരള ഹൗസിലാണ്, ഡൽഹി കേരള ഹൗസിലാണ്. KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ലോധി എസ്റ്റേറ്റിലെ വസതിയിലാണ് തങ്ങുന്നത്. ഇതുവരെ ഏത് സമയത്താണ് ഇവരുമായിട്ടുള്ള ചർച്ച ആരംഭിക്കുന്നത് എന്ന് നേതാക്കന്മാരെ അറിയിച്ചില്ല. എങ്കിലും ഒരു 11 മണി കഴിഞ്ഞതോടുകൂടി ചർച്ച ആരംഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ചർച്ച അധികം നീട്ടാതെ ഇന്ന് തന്നെ സമാപിക്കാനും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ഡൽഹിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇതിന് കാരണമായി പ്രധാനമായി നിരീക്ഷകരുടെ ഒരു റിപ്പോർട്ടിനോടൊപ്പം അവർ വാക്കാൽ പരാമർശിച്ച കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. കാരണം മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ കേവലം നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം, അതായത് MLA-മാരുടെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേരളത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. കേരളത്തിലെ പ്രത്യേക സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയിട്ട് വേണം ഇക്കാര്യത്തിലൊരു അന്തിമമായ തീരുമാനത്തിലേക്ക് ആരാണ് മുഖ്യമന്ത്രി എന്നതിലേക്ക് എത്തിച്ചേരാവൂ എന്നുള്ളൊരു കാര്യം നിരീക്ഷകർ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം VD സതീശൻ അനുകൂല പ്രചരണങ്ങൾ നടക്കുകയാണ്. തെരുവിൽ തന്നെ അണികൾ പരസ്പരം പോരാടുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. നേരത്തെ ഇവിടെ കർണാടക മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി ഡൽഹിയിൽ 7 ദിവസമാണ് വേണ്ടി വന്നിരുന്നത്. മാരത്തോൺ ചർച്ചകളായിരുന്നു. രാത്രി വരെ, പാതിരാത്രിയോളം നീളുന്ന ചർച്ചകൾ, വെളുപ്പിനെ വരെ നീളുന്ന ചർച്ചകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ തരത്തിലുള്ള സാഹചര്യമല്ല കേരളത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ചർച്ച അവസാനിപ്പിച്ച് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയും ബാക്കി 2 പേർക്കും, 3 പേരാണ് ഈ നേരത്തെ പറഞ്ഞ 3 പേരാണ് മുഖ്യമന്ത്രി ഒരു സ്ഥാനാർത്ഥികളായി തന്നെ ഇവിടെ രംഗത്തുള്ളത്. അവരാരും വിട്ടുതരുന്നില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും മറ്റു ഇവർ വേറൊരാളെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ ആ ക്യാബിനറ്റിലേക്ക് പോലും താൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു നിലപാടാണ് അവർ ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ചർച്ച തുടങ്ങിയാലും അവർ ഈ തരത്തിലുള്ള നിലപാട് തന്നെ സ്വീകരിക്കുമോ, അതോ നിലപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മയപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് കണ്ടറിയേണ്ടത്. നേതാക്കന്മാർ ഇപ്പോൾ മയപ്പെടുത്താൻ, അനുനയിപ്പിക്കാൻ മറ്റെന്തെങ്കിലും വഴികൾ തേടുന്നുണ്ടോ ഹൈക്കമാൻഡ്? ഹൈക്കമാൻഡിന്റെ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവരുടെ ഒരു വിശ്വാസം, രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഈ 3 നേതാക്കന്മാരും പോവില്ല. അതുകൊണ്ട് കൃത്യമായ ഒരു ഫോർമുല തയ്യാറാക്കി ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനവും മറ്റൊരാൾക്ക് അവർക്കൊരു പരിക്കേൽക്കാത്ത തരത്തിലുള്ള ഒരു അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് തന്നെ കൃത്യമായ പദവികൾ, പാക്കേജുകൾ നൽകിക്കൊണ്ട് ഒരു 3 പേരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള, അതായത് 3 പേരുടെ അണികളെയും പിന്നീടൊരു തെരുവിലിറങ്ങുകയോ ഈ വിജയത്തിന്റെ, മഹാവിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പാക്കേജ് ഇവിടെ തയ്യാറാണ്. അതനുസരിച്ച് ഈ നേതാക്കന്മാരോട് സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതുമായി ബന്ധപ്പെട്ട നീക്കുപോക്ക് ഉണ്ടാകുക. ആ തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചയാകും ഒരു മണിക്കൂറിന് ശേഷം മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ആരംഭിക്കുക. ശരി, സുനിൽ ഐസക് കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകാതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ പ്രഖ്യാപിക്കേണ്ട തരത്തിൽ സാഹചര്യം കേരളത്തിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണോ? കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്? തീർച്ചയായും ഡൽഹിയിൽ നിന്ന് ഇന്ന് വെള്ളപ്പുക ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അണികളും ഒക്കെ ഉള്ളത്. അത് അധികം നീണ്ടുപോകുന്നതിൽ വലിയ അതൃപ്തി ഘടകകക്ഷികൾക്കുമുണ്ട്. കാരണം നേരത്തെ തന്നെ അവരൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ വലിയ വിജയമാണ്, ആ വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകരുത്. അത് മുന്നണിക്കും പാർട്ടിക്കും പുതിയതായി വരുന്ന സർക്കാരിനും ഒന്നും ഗുണം ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് പോവുക എന്നതാണ്. അതിനിടയിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് K മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ MLA-മാരുടെ അംഗബലം ആർക്കാണ് എന്നത് മാത്രം കണക്ക് കൂട്ടിക്കൊണ്ടല്ല ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത്. അത്
ഇതൊരു മുന്നണി സംവിധാനമാണ്, ഒരൊറ്റക്കക്ഷി ഭരണമല്ല. അതുകൊണ്ട് മുന്നണിയിലെ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ഗൗരവമായി തന്നെ പരിഗണിക്കണം എന്ന് പറഞ്ഞ് വി ഡി സതീശൻ അദ്ദേഹം പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താനെയൊക്കെ പോലുള്ള MP-മാർ അവരൊക്കെ KC വേണുഗോപാലിന് വേണ്ടി സജീവമായി രംഗത്തുണ്ട് താനും. അങ്ങനെ നേതാക്കൾ പല ചേരികളായി തിരിഞ്ഞുകൊണ്ട് VD-ക്കും KC-ക്കും വേണ്ടി അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചെന്നിത്തല പരസ്യമായി പിന്തുണച്ചുകൊണ്ട് വന്ന ആളുകളുടെ എണ്ണം വളരെ കുറവുമാണ് എന്നതുകൂടി നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ചെന്നിത്തലയുടെ സീനിയോറിറ്റിയെ പൂർണ്ണമായും തള്ളിക്കളയാണ് അല്പസമയം മുമ്പ് K. മുരളീധരൻ ചെയ്തത്. സീനിയോറിറ്റി ഒരു പ്രധാന ഘടകമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സീനിയോറിറ്റി ഒന്നും അത്ര വലിയ ഘടകമൊന്നുമല്ല, അത് ഇനി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിമാരെ നിശ്ചയിച്ചപ്പോൾ അങ്ങനെ സീനിയോറിറ്റി ഒന്നും പരിഗണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എന്തായാലും ഇങ്ങനെ ഒരു അത്തരത്തിലൊരു ഒരു രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളത്. ഒരു ഭാഗത്ത് സുനിൽ തന്നെ മുഖ്യമന്ത്രിയാക്കിയില്ല എങ്കിൽ താൻ മന്ത്രിസഭയിലേക്ക് പോലും ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള കടുംപിടുത്തം വി ഡി സതീശന്റെ ഭാഗത്തുനിന്നുണ്ട്. അത് വലിയ സമ്മർദ്ദം ഹൈക്കമാൻഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കടുംപിടുത്തമുണ്ടോ? ഇതുവരെ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് KC വേണുഗോപാലും വി ഡി സതീശനും തന്നേക്കാൾ ജൂനിയറാണ്. തന്നേക്കാൾ ജൂനിയറായ ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന സഭയിൽ ഒരു മന്ത്രിയായിരിക്കുന്നത് എങ്ങനെയാണെന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ രാഷ്ട്രീയമായ ധാർമ്മികത കൂടി അതിനൊപ്പം ചേർത്ത് വായിക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറുഭാഗത്ത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. KC ആയാലും ചെന്നിത്തല ആയാലും ഒരുപക്ഷെ മന്ത്രിസഭയുടെ ഭാഗമാകാൻ വി ഡി സതീശൻ തയ്യാറായില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടും. അദ്ദേഹം സ്വയം പിൻവലിഞ്ഞ് MLA ആയി തന്നെ തുടരും എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മറ്റൊന്നും തനിക്ക് താല്പര്യമില്ല, താൻ MLA ആയി തൻ്റെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചോളാം എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കും എന്നുകൂടി കേൾക്കുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷേ ആ പിൻവാങ്ങൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ളൊരു പിൻവാങ്ങലായിരിക്കും. കാരണം നമുക്കറിയാം, ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ നമ്മൾ ഇതുപോലെ ഒരു ക്രൗഡ് പുള്ളറായ ഒരു ലീഡറെ കാണുന്നില്ല. കാരണം അങ്ങനെ ജനം തെരുവിലിറങ്ങിയ ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അനിതര സാധാരണമായ ഒരു സംഭവമാണ് ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനം തെരുവിലിറങ്ങുന്നത്. നേരത്തെ K. കരുണാകരനെതിരെ A ഗ്രൂപ്പുകാർ തെരുവിലിറങ്ങിയ സംഭവമുണ്ട്. അത് രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരാളെ മുഖ്യമന്ത്രിയാക്കണം എന്ന തരത്തിൽ ഇതുപോലെ ആരും ആഹ്വാനം ചെയ്യാതെ, ഒരു ഗ്രൂപ്പിൻ്റെയും ആഹ്വാനമില്ലാതെ, സ്വന്തമായ ഒരു ഗ്രൂപ്പ് പോലുമില്ലാത്ത നേതാവാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിന് വേണ്ടി ജനം തെരുവിലിറങ്ങുന്നു. ആ തെരുവിലിറങ്ങുന്നതിനെ അത്രമേൽ ഈസിയായി തള്ളിക്കളയാൻ നേതൃത്വത്തിന് കഴിയില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ ഡൽഹിയിൽ നിന്ന് വന്നൊരു PR ടീം കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി അയച്ചൊരു ടീമാണ്. ആ ടീം ഒരു റിപ്പോർട്ട് AICCക്ക് നൽകിയിട്ടുണ്ട്. വി ഡി സതീശന് അനുകൂലമായി വലിയൊരു മൂവ്മെൻറ്റ് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന തരത്തിലായിരുന്നു ആ റിപ്പോർട്ട്. അതുകൂടി പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.